ചെമ്പനീർ പൂവ് സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ അപ്രതീക്ഷിതമായിട്ടാണ് അച്ചമ്മ അങ്ങോട്ടേക്ക് കടന്നു വരുന്നത്. സച്ചിയിലൂടെ സകല സത്യങ്ങളും അറിഞ്ഞുകൊണ്ടായിരിക്കും അച്ചമ്മയുടെ വരവ്. അച്ചമ്മയെ കണ്ടതും ചന്ദ്രമതിയുടെ മുഖത്ത് ഭയം നിഴലിച്ചു. താൻ ഒളിപ്പിച്ചു വെക്കാൻ ശ്രമിച്ച കള്ളത്തരങ്ങളെല്ലാം തന്നെ പൊളിഞ്ഞുവെന്ന് ചന്ദ്രമതിക്ക് ഉറപ്പായിരുന്നു. രേവതിയാണോ എല്ലാം പറഞ്ഞു കൊടുത്തത് എന്ന സംശയത്തോടെ ചന്ദ്രമതി അവളെ നോക്കി പേടിപ്പിക്കാൻ ശ്രമിച്ചുവെങ്കിലും അവളല്ല, ഞാനാണ് അച്ചമ്മയോട് എല്ലാം പറഞ്ഞത് എന്ന സച്ചിയുടെ വാക്കുകൾ ചന്ദ്രമതിയെ നിരായുധയാക്കി. അച്ചമ്മയുടെ മുഖം ദേഷ്യം കൊണ്ട് ജ്വലിക്കുന്നുണ്ടായിരുന്നു. നിന്നോട് ഞാൻ പണ്ടേ പറയാറുള്ളതല്ലേ ചന്ദ്രേ, സുധിയെ ഇങ്ങനെ തലയിലെടുത്ത് വെക്കരുത് എന്ന്. അത് അവസാനം നിനക്ക് തന്നെ വിനയാകുമെന്ന് ഇപ്പൊ നീ കണ്ടില്ലേ? അച്ചമ്മയുടെ ചോദ്യം ഒരു കൂരമ്പ് പോലെയാണ് ചന്ദ്രമതിയുടെ നെഞ്ചിൽ തറച്ചു കയറിയത്. അത് പിന്നമ്മേ, അത് സുധിക്ക് അറിയാതൊരു പറ്റിയ തെറ്റ് എന്നൊക്കെ പറഞ്ഞ് മകനെ ന്യായീകരിക്കാൻ ചന്ദ്രമതി ശ്രമിച്ചുവെങ്കിലും അച്ചമ്മ അതൊന്നും വകവെച്ചില്ല. അറിയാതെ പറ്റിയ തെറ്റോ? നിനക്കുള്ളത് ഞാൻ കരുതി വെച്ചിട്ടുണ്ട്. അതിനു മുൻപ് എനിക്ക് ചില കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാനുണ്ട്. അച്ചമ്മയുടെ സ്വരം കടുത്തു. രവീന്ദ്രൻ എവിടെയാണെന്ന് തിരക്കിയ അച്ചമ്മയോട് അവൻ ടെറസിലുണ്ടെന്ന് മറുപടി ലഭിച്ചു. അവനെ വിളിച്ചു കൊണ്ടുവരാൻ അച്ചമ്മ ചന്ദ്രമതിയോട് ആവശ്യപ്പെട്ടുവെങ്കിലും ചന്ദ്രമതി അവിടെ നിന്നും അനങ്ങിയില്ല. ഭർത്താവിനും ഭാര്യയ്ക്കുമിടയിൽ നിൽക്കുന്ന പിണക്കത്തിന്റെ മഞ്ഞുരുക്കാൻ ചന്ദ്രമതിക്ക് മടിയായിരുന്നു. ചന്ദ്രമതിയുടെ നിൽപ്പ് കണ്ടപ്പോൾ തന്നെ കാര്യം മനസ്സിലാക്കിയ സച്ചി അവർ തമ്മിൽ മിണ്ടാറില്ല എന്ന സത്യം അച്ചമ്മയെ അറിയിച്ചു. ഇത് കേട്ട അച്ചമ്മ, എങ്കിൽ എന്റെ മോനെ ഞാൻ തന്നെ പോയി വിളിച്ചോളാം എന്ന ദൃഢനിശ്ചയത്തോടെ മുകളിലേക്ക് നടന്നു. കൂടെ വരാൻ തുടങ്ങിയ സച്ചിയെ അച്ചമ്മ തടഞ്ഞു. ഇത് ഞാനും എന്റെ മോനും തമ്മിലുള്ള സംഭാഷണമാണ്, അതിനിടയിലേക്ക് ആരും അങ്ങോട്ടേക്ക് വരണ്ട എന്ന് പറഞ്ഞ് അച്ചമ്മ പടികൾ കയറി മുകളിലേക്ക് പോയി. ടെറസിൽ മനസ്സ് നിറഞ്ഞ വിഷമത്തോടു കൂടെ ശൂന്യതയിലേക്ക് നോക്കിയിരിക്കുകയായിരുന്നു രവീന്ദ്രൻ. പെട്ടെന്ന് പിന്നിൽ നിന്നും രവി എന്നൊരു വിളി കേട്ട് അവൻ ആകെ ഞെട്ടിത്തരിച്ചു. പ്രതീക്ഷിക്കാത്ത നേരത്ത് അമ്മയെ കണ്ടപ്പോൾ രവീന്ദ്രന്റെ കണ്ണുകൾ നിറഞ്ഞു. അമ്മേ, അമ്മ എന്താ വന്നത്? വിവരമൊന്നും പറഞ്ഞില്ലല്ലോ. നിങ്ങൾ ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും എന്നോട് പറയാറില്ലല്ലോ എന്നായിരുന്നു അച്ചമ്മയുടെ മറുപടി. സച്ചി എല്ലാം പറഞ്ഞുവെന്നറിഞ്ഞപ്പോൾ രവീന്ദ്രൻ തല കുനിച്ചു നിന്നു. എടാ, നിനക്ക് 25 വയസ്സാണെന്നാണോ നിന്റെ വിചാരം? കൊച്ചു കുട്ടികളെ പോലെ ഇങ്ങനെ പിണങ്ങി നടക്കാൻ? അച്ചമ്മ രവീന്ദ്രനെ ശാസിച്ചു. എന്നാൽ രവീന്ദ്രന്റെ മറുപടി ഹൃദയഭേദകമായിരുന്നു. അവൾ ചെയ്തു വെച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ അങ്ങനെയല്ലേ അമ്മേ? സുധിയെ രക്ഷിക്കാൻ വേണ്ടി അവൾ എന്തൊക്കെ മണ്ടത്തരങ്ങളാണ് ഈ കാണിച്ചത്? സ്വർണം എടുത്തതിലല്ല എനിക്ക് വിഷമം. ആ കുറ്റം അവൾ എന്റെയും അമ്മയുടെയും രേവതിയുടെയും വീട്ടുകാരുടെ തലയിലങ്ങ് കെട്ടിവെക്കാൻ നോക്കിയില്ലേ? അതാണ് എനിക്ക് സഹിക്കാൻ കഴിയാത്തത്. രവീന്ദ്രന്റെ സങ്കടം അണ പൊട്ടിയൊഴുകി. ഞാനൊരു ഡ്രൈവറാണെന്ന് പറഞ്ഞ് അവൾ എല്ലാവരുടെയും മുന്നിൽ എന്നെ അപമാനിച്ചു. ഈ വീട് അവളുടെ അച്ഛൻ തന്നതാണ് എന്നൊക്കെ പറഞ്ഞ് എന്നെ ചെറുതാക്കി കളഞ്ഞു. മക്കൾക്കിടയിൽ പോലും അവൾ എപ്പോഴും വേർതിരിവ് കാണിച്ചു. ഇത്രയും നാൾ ഞാൻ അതെല്ലാം തന്നെ സഹിച്ചു, ക്ഷമിച്ചു. ഇനി എനിക്ക് വയ്യ അമ്മേ. മകന്റെ സങ്കടം കണ്ട അമ്മ അവനെ ആശ്വസിപ്പിച്ചു. എല്ലാം എനിക്കറിയാം മോനെ, എന്നാലും കുടുംബത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ കാരണവരായ നീ ഇങ്ങനെ മിണ്ടാതിരുന്നാൽ നാളെ അത് നിന്റെ മക്കളും കണ്ടു പഠിക്കില്ലേ? അവർ അവരുടെ ദാമ്പത്യത്തിലും ഇതേ തെറ്റുകൾ തന്നെ ആവർത്തിക്കില്ലേ? അതുകൊണ്ട് നീ അവളോട് ക്ഷമിക്കണം, അവളോട് പോയി മിണ്ടണം. അമ്മയുടെ വാക്കിന് വില കൊടുത്ത് രവീന്ദ്രൻ അത് സമ്മതിച്ചു. പക്ഷേ അവൻ ഒരു ഉപാധി വെച്ചിരുന്നു. ഞാൻ ക്ഷമിച്ചേക്കാം അമ്മേ, പക്ഷേ അവൾ ആദ്യം രേവതിയോട് മാപ്പ് പറയണം. രവീന്ദ്രന്റെ ആവശ്യം കേട്ട അച്ചമ്മ അതിനെ എതിർത്തു. വേണ്ട രവി, രേവതിയോട് അവൾ മാപ്പ് പറയണ്ട. രേവതിയോട് മാപ്പ് പറയാൻ ചന്ദ്രമതിയോട് ഇപ്പോൾ ആവശ്യപ്പെടേണ്ട. കാരണം ചന്ദ്ര ഇതുവരെ രേവതിയെ സ്വന്തം മരുമകളായി കണ്ടിട്ടില്ല. ഇപ്പോൾ നിർബന്ധിച്ച് മാപ്പ് പറയിപ്പിച്ചാൽ ചന്ദ്രമതിയുടെ മനസ്സിൽ രേവതിയോടുള്ള പക കൂടുകയുള്ളൂ. അതുകൊണ്ട് അവൾ നിന്നോട് മാത്രം മാപ്പ് പറഞ്ഞാൽ മതി. അച്ചമ്മയുടെ ദീർഘവീക്ഷണം രവീന്ദ്രന് മനസ്സിലായി എങ്കിലും അമ്മയുടെ വാക്ക് അനുസരിക്കാൻ അവൻ തയ്യാറായിരുന്നു. അമ്മയുടെ കൈ പിടിച്ച് അവൻ നേരെ താഴേക്ക് നടന്നു. താഴെ ഹാളിൽ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു. രവീന്ദ്രനെ കൊണ്ടുവന്ന് സോഫയിലിരുത്തിയതിനു ശേഷം അച്ചമ്മ ചന്ദ്രക്ക് നേരെ തിരിഞ്ഞു. എടി ചന്ദ്രേ, നീ ഈ വീട്ടിലെ ഒരു കാരണവത്തി ചെയ്യേണ്ട കാര്യങ്ങളാണോ ചെയ്തു കൂട്ടിയിരിക്കുന്നത്? മക്കളെ എല്ലാവരെയും ഒരുപോലെ കാണണമെന്ന് ഞാൻ നിന്നോട് എത്ര തവണ പറഞ്ഞിട്ടുണ്ട്? ചന്ദ്രമതി അന്നേരം തല കുനിച്ചു നിന്നു. രേവതിയോട് മാപ്പ് പറയേണ്ടി വരുമോ എന്ന ചന്ദ്രമതിയുടെ ഭയം അച്ചമ്മ പെട്ടെന്ന് തന്നെ അങ്ങ് മാറ്റിക്കൊടുത്തു. എടി, നീ രേവതിയോട് മാപ്പൊന്നും പറയണ്ട. പക്ഷേ നിന്റെ ഭർത്താവായ രവീന്ദ്രനോട് നീ മാപ്പ് പറഞ്ഞേ തീരൂ. കാരണം ഭർത്താവ് അറിയാതെ നീ ചെയ്ത പ്രവൃത്തികൾ അത്രയും മോശമാണ്. ചന്ദ്രമതി ആദ്യം അത് എതിർത്തുവെങ്കിലും ഞാൻ എൻ്റെ മകന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്തത് എന്ന് ന്യായീകരിച്ചു. പക്ഷേ അച്ചമ്മ അതൊന്നും വിട്ടുകൊടുത്തില്ല. കുടുംബത്തിൽ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് എല്ലാവരോടും ആലോചിച്ച് പരിഹരിക്കുകയാണ് വേണ്ടത്, അല്ലാതെ കള്ളത്തരകൾ കാണിക്കുകയല്ല. മര്യാദക്ക് ഭർത്താവിനോട് മാപ്പ് പറ, അച്ചമ്മ കൽപ്പിച്ചു. ഗത്യന്തരമില്ലാതെ ചന്ദ്രമതി രവീന്ദ്രനോട് ക്ഷമ ചോദിച്ചു. ഞാൻ ചെയ്തത് തെറ്റാണ് രവിയേട്ട, നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. ഇത് കണ്ട് സച്ചി എല്ലാവരെയും അങ്ങോട്ടേക്ക് വിളിച്ചുകൂട്ടി. വർഷയും ശ്രീകാന്തും ശ്രുതിയും അങ്ങനെ എല്ലാവരും താഴേക്കെത്തി.
എല്ലാവരുടെയും മുന്നിൽ വെച്ച് ചന്ദ്രമതി വീണ്ടും രവീന്ദ്രനോട് മാപ്പ് പറയാൻ ആവശ്യപ്പെടുന്ന സമയത്തിന് ചന്ദ്രമതി മാപ്പ് പറഞ്ഞു. ഞാൻ മനഃപൂർവ്വം ഒന്നുമല്ല ഇത് ചെയ്തത്. ഇനി ഇത്തരം തെറ്റുകളൊന്നും ഞാൻ ആവർത്തിക്കില്ല. രവീന്ദ്രൻ അത് സ്വീകരിച്ച് ക്ഷമിക്കുകയും ചെയ്തു. രേവതിയുടെ വലിയ മനസ്സ് അവിടെ കണ്ടു. എനിക്ക് സ്വർണം പോയതിലല്ല വിഷമം, എന്റെ വീട്ടുകാരെ കള്ളന്മാരാക്കാൻ ശ്രമിച്ചതിൽ മാത്രമാണ് എന്ന് രേവതി പറഞ്ഞു. കണ്ടോ ചന്ദ്രേ, നീ രേവതിയെ കണ്ട് പഠിക്കണമെന്ന് അച്ചമ്മ ഓർമ്മിപ്പിച്ചു. അന്തരീക്ഷം ഒന്ന് തണുത്തു എന്ന് തോന്നിയ നിമിഷം അച്ചമ്മ സുധിയെ അരികിലേക്ക് വിളിപ്പിച്ചു. പുഞ്ചിരിയോടുകൂടെ തന്നെ അച്ചമ്മയുടെ അടുത്തേക്ക് ചെന്ന് സുധിയുടെ മുഖത്തേക്ക് നോക്കി അച്ചമ്മ ഒറ്റൊന്നങ്ങ് ആഞ്ഞടിച്ചു. ആ ഒരു അടിയുടെ ആഘാതത്തിൽ സുധി പോലും ആകെ ഭയന്ന് വിറച്ചുപോയി. എല്ലാവരും ഞെട്ടിത്തെറിച്ചു പോയി. എടാ, ഇതിനെല്ലാം കാരണക്കാരൻ നീയാണ്. നിന്നെ കൊഞ്ചിച്ചു വഷളാക്കിയ നിന്റെ അമ്മയാണ് ഇതിന്റെയൊക്കെ ഉത്തരവാദി. നിന്നെയൊക്കെ അടിച്ചിട്ടാണ് വളർത്തേണ്ടിയിരുന്നത് എന്നൊക്കെ പറഞ്ഞ് അച്ചമ്മ ഗർജിച്ചു. പിന്നീട് അച്ചമ്മ ശ്രുതിക്ക് നേരെ തിരിഞ്ഞു. ഇവന്റെ അമ്മ ഇവനെ വളർത്തി വഷളാക്കിയതുപോലെ നീയും നോക്കി നിൽക്കരുത്. ഭർത്താവ് എന്തെങ്കിലും തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അത് തിരുത്തേണ്ടത് ഭാര്യമാരുടെ കടമയാണ്. ഇനി ഇവനെ നേരെയാക്കേണ്ട ഉത്തരവാദിത്തം നിനക്കാണ് ശ്രുതി. അന്ധമായി സ്നേഹിച്ച് ഇനിയും ഇവനെ ചീത്തയാക്കരുത്. അച്ചമ്മയുടെ വാക്ക് ശ്രുതി സമ്മതിച്ചു. ശ്രുതിക്ക് പണത്തിനോട് ഒരു ഉത്തരവാദിത്തം വരാൻ സച്ചി ഒരു ഉപായം നിർദ്ദേശിച്ചു. ഇവൻ വരുത്തിവെച്ച 55 ലക്ഷം രൂപയുടെ കടം തീർക്കാൻ മാസം തോറും 10,000 രൂപ വീതം ഇവൻ അച്ഛന് കൊടുക്കണം. അതൊരു നല്ല ആശയമാണെന്ന് എല്ലാവർക്കും തോന്നി. ശ്രുതി ആദ്യം അതിനെ എതിർത്തുവെങ്കിലും അച്ചമ്മയും ചന്ദ്രയുടെയും നിർബന്ധത്തിന് വഴങ്ങി ഒടുവിൽ അത് സമ്മതിക്കേണ്ടി വന്നു. ആ പണം കൃത്യമായി തന്നെ രവീന്ദ്രനെ ഏൽപ്പിക്കേണ്ട ചുമതല അച്ചമ്മ ചന്ദ്രയെ ഏൽപ്പിച്ചു. പ്രശ്നങ്ങൾ ഒതുങ്ങിയെന്ന് കരുതി എല്ലാവരും പിരിഞ്ഞു. എന്നാൽ മുറിയിലെത്തിയ ശ്രുതിയും ശ്രുതിയും തമ്മിൽ പുതിയൊരു ചർച്ച തുടങ്ങി. സച്ചി മനഃപൂർവ്വം എന്നെ കൊണ്ട് കാശ് മുടിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് അച്ചമ്മയെ കൊണ്ടുവന്നത്. ശ്രുതി പരാതിപ്പെട്ടു. ശ്രുതി അവനെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. പെട്ടെന്ന് ശ്രുതിയുടെ തലയിൽ ഒരു ബുദ്ധി ഉദിച്ചു. അച്ഛൻ 50 ലക്ഷം രൂപ എടുത്തു കൊണ്ടുപോയെന്ന് പറയുന്നില്ലേ, അതിൽ എന്റെയും ഓഹരിയില്ലേ? ആ പണം എന്റെ കടത്തിൽ നിന്ന് കുറച്ചാ പോരെ? അപ്പൊ പിന്നെ ഞാൻ ബാക്കി കൊടുത്താൽ മതിയല്ലേ? ഇതൊരു നല്ല ആശയമാണെന്ന് ശ്രുതിക്കും തോന്നി. ശരിയാണ്, പക്ഷേ ഇപ്പൊ അത് പറയണ്ട. നമ്മൾ അത് പഠിപ്പിച്ചു വിട്ടതാണെന്ന് അവർ കരുതും, ശ്രുതി പറഞ്ഞു. അപ്പോഴാണ് ചന്ദ്രമതി അങ്ങോട്ടേക്ക് കടന്നു വരുന്നത്. ദേഷ്യം കൊണ്ട് വിറക്കുന്നുണ്ടായിരുന്നു ചന്ദ്രമതി. ആ പൂക്കെട്ടുകാരിയുടെ മുന്നിൽ വെച്ച് എന്നെ നാണം കെടുത്തിയില്ലേ? ഇതിനെല്ലാം കാരണക്കാരി അവളാണ്. ചന്ദ്രമതി രോഷം കൊണ്ടു. എന്നിട്ട് ശ്രുതിയോട് പറഞ്ഞു, മോളെ ശ്രുതി, നീ നിന്റെ അച്ഛനോട് പറഞ്ഞ് എങ്ങനെയെങ്കിലും ആ പണം ഇങ്ങോട്ടേക്ക് എത്തിക്കണം. അന്നേരം ശ്രുതി ചോദിക്കുന്നത്, അതിന് എന്റെ അച്ഛൻ ഇപ്പൊ ജയിലിലല്ലേ ആന്റി? കട തുടങ്ങാൻ വേണ്ടി നിങ്ങൾക്ക് പണം അയച്ചു തന്നതുപോലെ ഇനിയും പണം അയച്ചു തരാൻ പറ എന്നായിരുന്നു ചന്ദ്രമതിയുടെ ക്രൂരമായ മറുപടി. ഗത്യന്തരമില്ലാതെ ശ്രുതി അതിന് സമ്മതിച്ചു. ഒടുവിൽ ചന്ദ്രമതി ശ്രുതിക്ക് നേരെ തിരിഞ്ഞു. എടാ, നിന്നെ പ്രസവിച്ചത് കൊണ്ട് ഞാനും കെട്ടിയത് കൊണ്ട് ഇവളുമാണ് ഇപ്പൊ അനുഭവിക്കുന്നത് എന്നൊക്കെ ചന്ദ്രമതി സങ്കടത്തോടെ പറഞ്ഞു. ഇത് കേട്ട ശ്രുതിക്ക് നിയന്ത്രണം വിട്ടു. അവൻ അമ്മക്ക് നേരെ പൊട്ടിത്തെറിച്ചു. ഇതിനെല്ലാം കാരണക്കാരി അമ്മ തന്നെയാണ്. എന്നെ പ്രസവിച്ചതോടുകൂടെ തന്നെ അമ്മക്ക് ആ പ്രസവം അങ്ങ് നിർത്താമായിരുന്നില്ലേ? പിന്നെ എന്തിനാണ് നിങ്ങൾ ആ സച്ചിയെ കൂടി പ്രസവിച്ചത്? സച്ചി കാരണമാണ് എന്റെ ജീവിതത്തിൽ ഇങ്ങനെ പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ നേരിടേണ്ടി വരുന്നത് എന്നൊക്കെ പറഞ്ഞ് ശ്രുതി സച്ചിയെ പോലും കുറ്റപ്പെടുത്തി സംസാരിച്ചു. ശ്രുതിയുടെ ആ ചോദ്യം കേട്ട് ചന്ദ്രമതിയും ശ്രുതിയും ഒരുപോലെ തന്നെ ഞെട്ടിത്തരിച്ചു പോയി. സ്വന്തം മകനിൽ നിന്നും അത്തരമൊരു ചോദ്യം ഒരിക്കലും ഒരമ്മയും പ്രതീക്ഷിച്ചിരുന്നില്ല. ആ ചോദ്യം ചോദിച്ച ഞെട്ടലിൽ ഒട്ടും വിശ്വസിക്കാൻ കഴിയാതെ ചന്ദ്രമതി ആകെ ഹൃദയം തകർന്നു പോയി നിൽക്കുന്നതും കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.